ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യുന്ന വീഡിയോ എറണാകുളം ജില്ലയിലെ കുഴുപ്പള്ളി ബീച്ചിനെ പറ്റിയാണ്. അപ്പോൾ കുഴുപ്പള്ളി ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്ററോളം ലോങ് ആയിട്ടുള്ള കോസ്റ്റ് ലൈനുള്ളത്. അപ്പോൾ കുഴുപ്പള്ളി ബീച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന മറ്റൊരു ബീച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ചെറായ ബീച്ചാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 24 കിലോമീറ്റർ, അതല്ല കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 30-31 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൈർഘ്യം. എറണാകുളം വൈപ്പിൻ റൂട്ടിൽ നിന്നൊരു 1 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ പിന്നെ രണ്ട് വശത്തും, ഒരു വശത്ത് ചെമ്മീൻ കെട്ടുകളും ചെറിയ തോടുകളും പുറത്ത് വശത്ത് വലിയ പാടങ്ങളും ഉള്ളൊരു വഴിയിൽ കൂടെ അടുത്തൊരു കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ബീച്ചിലെത്തുന്നത്. സാധാരണ നമ്മളൊരു ബീച്ചിലോട്ട് പോകുമ്പോൾ വളരെ ക്രൗഡായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും അവിടെ ഫീൽ ചെയ്യണത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഴുപ്പള്ളി ബീച്ചിൻ്റെ പ്രത്യേകത വളരെ സൈലൻ്റ് ബീച്ചാണ്. അത് മാത്രമല്ല, കുറച്ച് അധികം പൈൻ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഫോട്ടോഗ്രാഫിക്കും അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നെങ്കിൽ ഇരുന്ന് കഴിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾ അവരവിടെ നെത്തിൽ പെറുക്കിക്കൊണ്ടു പോകുന്നതും, അതേപോലെ തന്നെ മുക്കുവന്മാർ കടലിൽ നിന്ന് ഫ്രഷായിട്ട് മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും നമുക്ക് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യാം. വെള്ളത്തിലോട്ട് ഇറക്കുന്നതും തിരിച്ച് അവർ വെള്ളം തിരിച്ച് കയറ്റുന്നതും വല ഉണക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കാണാനുള്ള സൗകര്യമുണ്ട്. ഇതിലെ ഏറ്റവും പ്രത്യേകതകളാണ് ഈ 2 കിലോമീറ്റർ ഉള്ള റോഡ്. അത് മറ്റൊരു ബീച്ചിനും ഇങ്ങനത്തെ ഒരു റോഡ് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണ വൃക്ഷമാസത്തിലാണ്, ഏകദേശം തന്നെ തുടങ്ങാറായ സമയത്ത്. അപ്പോൾ വൃക്ഷമാസത്തിൽ നമുക്കറിയാം പൊതുവേ കടലിൽ നിന്ന് വെള്ളം തോടുകളിലോട്ടും ബാക്ക് വാട്ടറിലേക്ക് വെള്ളം കൂടുതലായിട്ട് കയറി കിടക്കും. വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴികൾ എല്ലാം, അവിടെയുള്ള വീടുകളൊക്കെ തന്നെ വീടുകളിൽ മിക്കവാറും വെള്ളം പോകുന്ന വഴിയെല്ലാം വെള്ളത്തിൽപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതും നമ്മളൊരു അതിരാവിലെ പോവുകയാണെങ്കിൽ അത് കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗാണ്. നേരിയൊരു തണുപ്പുമുണ്ട്, എന്നാൽ സൂര്യൻ ഉയർന്നു വരുമ്പോഴുള്ള ആ രശ്മികളും, പിന്നെ എല്ലായിടത്തും വെള്ളം തറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കാണാനും മിക്കവാറും നമ്മൾ പോകുമ്പോൾ റോട്ടിലോട്ട് വെള്ളം കയറി കിടപ്പുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൂര്യോദയം കാണുന്നതും അതേപോലെ വൈകുന്നേരം വന്നിട്ട് സൂര്യാസ്തമയം കാണുന്നതും എല്ലാം ഈ ബീച്ചിൻ്റെ പ്രത്യേകതയാണ്. ഒരു പക്ഷേ മറ്റൊരു ബീച്ചിനും ഇങ്ങനത്തെ ഒരു പ്രത്യേകത അവകാശപ്പെടാൻ പറ്റിയില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചാണ്. ഇപ്പോൾ പൈപ്പിനേരിയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവൈപ്പുണ്ട്, എടവനക്കാടുണ്ട്, പിന്നെ കുഴുപ്പള്ളി പോലെ തന്നെ ചെറായി ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഴുപ്പള്ളിനെ മാറ്റുന്ന ഒരു കാര്യം ഈ ശാന്തതയാണ്, ഈ പോകുന്ന വഴികളുടെ ഭംഗിയാണ്. അതേപോലെ ഇവിടെ വൈകുന്നേരങ്ങളിലെല്ലാം ചെറിയ ചായക്കടകളുണ്ടാവും. അതിൽ ചെമ്മീൻ കെട്ടിൽ ആൾക്കാർ വലയിടുന്നതും വെള്ളം കയറ്റി വിടുന്നതെല്ലാം ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിലുള്ളതാണ് ഇന്ദിര റിസോർട്ട്സ്. അപ്പോൾ ഇന്ദിര റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൈ സൈക്ലിംഗ് ഉണ്ട്, വാട്ടർ സ്പോർട്സുകളുണ്ട്, ഫാമിലിക്കും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഹോട്ടലിൽ സ്റ്റേയും റീസണബിൾ റേറ്റാണ്. അപ്പോൾ ചെറായിൽ തിരക്കുകളില്ല, എന്നാൽ ചെറായിൽ നിന്ന് ദൂരമില്ല. രാവിലെ വേണമെങ്കിൽ കുഴുപ്പള്ളിയിൽ നമുക്ക് ചെന്ന് സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ചെറായിലോട്ടും വൈകുന്നേരം മുനമ്പത്ത് പോയിട്ട് വാട്ടർ സ്പോർട്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ ഫെസിലിറ്റി തരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഉച്ചക്കാല കുഴുപ്പള്ളി എത്തുകയാണെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വരുന്ന വഴി ഞാറക്കൽ കഴിഞ്ഞ് കഴിയുമ്പോൾ പോച്ചയുടെ ഹോട്ടലുണ്ട്. അവിടുന്ന് നാടൻ നല്ല ചെത്തിയ കള്ളും നാടൻ ഭക്ഷണങ്ങളും കഴിക്കാനുള്ളൊരു
സാഹചര്യം കൂടി ഈ ബീച്ചിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ വഴി പോയ ആൾക്കാർക്ക് ഈ ബീച്ചിൻ്റെ ഭംഗി അറിയാം. തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിൽ തന്നെയാണ്, വളരെ പെട്ടെന്ന് എത്താവുന്നതാണ്. സിറ്റിയിലെ ആൾക്കാരൊക്കെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്താവുന്നുള്ളൂ. തിരിച്ചു പോകുമ്പോൾ വല്ലാർപാടം പള്ളി കണ്ടും പോവാം. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ കുട്ടികളായിട്ട് ഇവിടെ വരണം, നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.